ആഴ്ചകളായി, ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്ലീവ്ലെസ് ലെയർ ഫ്രോക്കുമായിട്ടാണ്. അത് 12 വയസ്സായ ഒരു കുട്ടിയുടെ അളവ് പ്രകാരമാണ് ഞാനിന്ന് ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മീറ്റർ ഫാബ്രിക്, മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. 2.5 മീറ്റർ ക്രേപ്പിന്റെ ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിബുമാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പം നമുക്ക് അളവുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും നമുക്ക് കാണാം. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. യോക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഞാൻ തുണി ഇതുപോലെ 4ആയിട്ട് മടക്കി വിരിച്ചിട്ടുണ്ട്. ഇത് ലൈനിങ് തുണിയാണ്. ഈ ഭാഗം കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്, കണ്ടോ. ഈ ഭാഗം കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ നമുക്ക് ഇനി അളവുകളൊക്കെ എങ്ങനെ എഴുതി കട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ യോക്കിന്റെ ഹൈറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണ്ടത് 13 ഇഞ്ചാണ്. അപ്പൊ നമുക്ക് 14 ഇഞ്ച് ഇവിടെ മാർക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ യോക്കിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്തു, 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. യോക്കിന്റെ വിഡ്ത്ത് 32 ഇഞ്ചാണ്. 32ന്റെ നേർ പകുതി എടുക്കുമ്പോൾ നമുക്ക് 16 വരും. 16ന്റെ പകുതി 8 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിടാം. അപ്പൊ നമുക്ക് ടോട്ടൽ വിഡ്ത്തായിട്ട് എടുത്തിരിക്കുന്നത് 9.5 ഇഞ്ചാണ്. ആ 9.5 ഇഞ്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 13.5 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വേണ്ടത്. 13.5 ഇഞ്ചിന്റെ നേർ പകുതി നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. 6.25. അപ്പൊ 6.25 ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. 6.25 ഇങ്ങനെ മാർക്ക് ചെയ്യാം. നെക്കിന്റെ ഇറക്കം നമുക്ക് 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഷോൾഡർ മാർക്ക് ചെയ്ത ഈ ഭാഗത്ത് നിന്നും ആം ഹോളിന്റെ ഇറക്കം 5 ഇഞ്ച് നമുക്ക് 5-5.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 5.25 ഞാൻ എടുത്തിരിക്കുന്നത്. 5.25 ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് 2.5 ഇഞ്ച് വിഡ്ത്ത് കൊടുക്കാം. നെക്കിന്റെ വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. നമ്മൾ സാധാരണ നെക്ക് എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ വരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ആം ഹോള് കർവിന് വരയ്ക്കാനുണ്ട്. നമുക്ക് ആം ഹോൾ കർവ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. അപ്പൊ നമ്മൾ ആം ഹോൾ കർവും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡി ഷേപ്പിന്റെ ഈ ഭാഗത്തെ വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുത്തെ വിഡ്ത്ത് 24 ഇഞ്ചാണ്. അപ്പൊ ഞാൻ 26 ഇഞ്ച് കുറച്ച് ലൂസിനാണ് ഇത് ചെയ്യുന്നത്. 26ന്റെ 4 നമുക്ക് മാർക്ക് ചെയ്യാം. 26ന്റെ 4 എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1.5 ഇഞ്ച് നമുക്ക് ഇവിടെ സീം അലവൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ യോജിപ്പിച്ചെടുക്കാം. അപ്പൊ ഇത്രയുള്ള നമ്മുടെ നോർമൽ ആയിട്ടുള്ള യോക്ക് പാർട്ടിന്റെ കട്ടിങ്സ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും ഒരേ നെക്കിറക്കമാണ് എടുക്കുന്നത്. നമുക്ക് ഷോൾഡർ ഇവിടെ സെപ്പറേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ തുണിയെ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് വിരിച്ചിടാം. ഇനി നമുക്ക് നമ്മുടെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് വരുന്നത്, കണ്ടോ. നമുക്കിത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ ബാക്ക് സൈഡാണ്, ഇത് ഫ്രണ്ട് സൈഡാണ്. അപ്പൊ നമ്മുടെ യോക്കിന്റെ കട്ടിങ്സ് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഒരു വശത്ത് സ്ലീവ് ഇതുപോലെ ഇങ്ങനെ ഷോൾഡർ കാണാം, മറു സൈഡിൽ നമുക്ക് ഷോൾഡർ ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കട്ടിങ്സ് വന്നിരിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മള് ലൈനിങ് മെയിൻ ക്ലോത്തുമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഒരു ഭാഗത്ത്
ബാക്കിൽ നമ്മൾ സിബ് വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റാം. ലൈനിങ്ങിൽ നിന്ന് പറഞ്ഞ മാറ്റാം, അതുപോലെ മെയിൻ ക്ലോത്തിൽ നിന്നും ഒരു പീസ് മാറ്റാം. അപ്പൊ നമ്മള് മെയിൻ ക്ലോത്തിൽ നിന്ന് ഒരു പീസും ലൈനിങ് ക്ലോത്തിൽ നിന്ന് ഒരു പീസും ഇതുപോലെ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട്. അപ്പൊ ബാക്ക് പാർട്ടിൽ നമ്മൾ സിബാണ് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് സിബ് കട്ട് ചെയ്ത് എടുക്കാം. സിബ് വെക്കുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫുൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല, നമുക്കിത് ഇത്രയും ഭാഗം മാത്രം ഓപ്പൺ ചെയ്തെടുക്കാം. കണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട്. അപ്പൊ നമ്മുടെ യോക്ക് പാർട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാവാട പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ ഫ്രോക്കിന്റെ യോക്കിന്റെ വിഡ്ത്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 13 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ ഇറക്കം വേണ്ടത് 51 ഇഞ്ചാണ്. അപ്പൊ 51 13 പോയി കഴിഞ്ഞാൽ 38 ഇഞ്ച് നമുക്ക് പാവാട പാർട്ടിന് ഇറക്കം വേണം. 38നെ 3 നമ്മൾ 3 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ 3 ലെയർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 38ന്റെ 3/1 എടുക്കണം. 3/1 എന്ന് പറയുമ്പോൾ ഏകദേശം 12.67 വരും. നമുക്കതിനെ 13 റൗണ്ട് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ 2 ലെയർ 12 എടുത്തതിന് ശേഷം ലാസ്റ്റത്തെ ലെയർ നമുക്ക് 13 എടുക്കാം. ലാസ്റ്റത്തെ ലെയർ കുറച്ച് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് 13 എടുക്കാം. നമുക്കത് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മുടെ യോക്ക് പാർട്ടിന്റെ വേസ്റ്റിന്റെ അളവ് നമ്മൾ എടുക്കണം. ബോഡി ഷേപ്പിന്റെ അളവ് വരുന്നത് 17 ഇഞ്ചാണ് വരുന്നത്. ഈ 17 ഇഞ്ചിന്റെ കൂടെ നമുക്കൊരു 10 ഇഞ്ചും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 27 ഇഞ്ച് നമുക്ക് ഫ്രണ്ട് പാർട്ടില് ഒരു പാവാട പാർട്ടിന് നമുക്ക് 27 ഇഞ്ച് വീതിയില് 12 ഇഞ്ച് നീളത്തില് നമുക്കൊരു തുണി കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ബാക്ക് പാർട്ടിലത്തേക്ക് വേണ്ടിയിട്ട് 27 ഇഞ്ച് വീതിയില് 12 ഇഞ്ച് നീളത്തില് നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ലെയറിന്റെ പാവാട പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെയറിന്റെ യോക്ക് പാർട്ടിന്റെ ബോഡി ഷേപ്പ് 17 ഇഞ്ചാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ ഫ്രണ്ട് ലെയറിന് നമുക്ക് 27 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് ഞാൻ 2 ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്, കണ്ടോ? അപ്പൊ ഇവിടെയും 27 ഇഞ്ചാണ്. 12 ഇഞ്ച് നമുക്ക് ഇറക്കം കൊടുക്കാം. 12 ഇഞ്ച് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. നമുക്കിത് അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് ലെയർ ആണ്. ഫസ്റ്റ് ലെയർ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പാവാട പാർട്ടിന്റെ ഫസ്റ്റ് ലെയർ നമ്മൾ കട്ട് ചെയ്തു. ഇത് മാറ്റാം. അപ്പൊ ഇതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ഇത് എടുത്തിരിക്കുന്നതിന്റെ അളവ് ഇതിപ്പോ ഫസ്റ്റ് ലെയർ 27 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 27 ഇഞ്ച് വിഡ്ത്ത്. അപ്പൊ നമുക്ക് ഇതിന്റെ സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ 10 ഇഞ്ച് കൂട്ടി 37 ഇഞ്ച് എടുക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ എല്ലാം 10 ഇഞ്ചാണ് കൂട്ടുന്നത്. അപ്പൊ നമ്മൾ 3 ലെയേഴ്സും കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. തേർഡ് ലെയർ 47 ഇഞ്ച് വീതിയിലും 13 ഇഞ്ച് നീളത്തിലുമാണ്. 14 ഇഞ്ച് നീളത്തിൽ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് സൈഡ് ചുരുട്ടി തയ്ക്കാനൊക്കെ വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് 14 ഇഞ്ച് ഇറക്കത്തില് 47 ഇഞ്ച് വീതിയിലാണ് മൂന്നാമത്തെ ലെയർ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ലെയർ എടുത്തത് 27 ഇഞ്ച് വീതിയില് 12 ഇഞ്ച് ഇറക്കത്തിലാണ് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് ലെയർ എടുത്തിരിക്കുന്നത് 37 ഇഞ്ച് വീതിയില് 12 ഇഞ്ച് ഇറക്കത്തിലുമാണ് നമ്മുടെ സെക്കൻഡ് ലെയറും എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഫ്രോക്കിന്റെ കട്ടിങ്. ഇനി നമുക്ക് അതിന്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് മെയിൻ ക്ലോത്തിന്റെ മേലെ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ നമുക്ക് വിരിച്ചു വെച്ചിട്ട് ആദ്യം നമുക്ക് നെക്കൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പൊ നമ്മുടെ നെക്ക് ഇതാണല്ലോ. നമ്മൾ ആദ്യം ഇതിന്റെ അരികിലൂടെ ഒന്ന് ഇങ്ങനെ ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ഓരോ കട്ടുകൾ ഇട്ട് കൊടുക്കണം. ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിനെ മറിച്ചെടുത്ത് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിന്റെ 4 വശങ്ങളൊന്ന് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ടിൽ നമ്മൾ ചെയ്തെടുക്കണം. ബാക്ക് പാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് ഇങ്ങനെയാണല്ലോ, നമ്മൾ സിപ്പും കൂടെ വെക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ബാക്ക് പാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഇവിടെ നിന്ന് നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിർത്തി, ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തത് ഇവിടെ നിർത്തി, ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിർത്തി, ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യണം. എന്നിട്ട് ഇവിടെ എല്ലാം നമ്മൾ കട്ടുകൾ ഇട്ട് കൊടുത്ത് എല്ലായിടത്തും കട്ടുകൾ ഇട്ട് കൊടുത്ത് ഇതിനെ മറിച്ചെടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ എല്ലാം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിന്റെ 4 വശങ്ങൾ യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം വേണം നമുക്കിവിടെ സിബ് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ഇത്രയും ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മള് ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തെ ഷോൾഡറും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഷോൾഡറോടെ യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് താഴേക്ക് നമുക്ക് പാവാട പാട്ട് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു മുൻപായിട്ട് നമുക്ക് ഈ വേസ്റ്റിന്റെ ഈ ഭാഗത്ത് നമുക്ക് സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം ഇതാ ഇവിടെ ഇതിന്റെ മധ്യഭാഗത്ത് നമുക്കിങ്ങനെ കത്രിക കൊണ്ടൊരു കട്ടിട്ട് കൊടുക്കാം. അതുപോലെ ബാക്കില് ഫ്രണ്ടിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ കണ്ടോ നമ്മളിപ്പോ ബാക്കിലും ഫ്രണ്ടിലും വേസ്റ്റിന്റെ നടുഭാഗത്തായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാവാട പാട്ട് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ എടുക്കാം. ഫസ്റ്റ് ലെയർ അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന തുണി ഇതുപോലെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും തുണിയാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇതിൽ ഒരു ഭാഗം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ മധ്യഭാഗം ഈ 2 പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കാം. അപ്പൊ ഇതിൽ ഒരെണ്ണം നമുക്ക് ബാക്ക് പാർട്ടിലേക്ക് വെക്കാൻ എടുക്കാം. ഇതിൽ ഒരെണ്ണം ഫ്രണ്ട് പാർട്ടില് അറ്റാച്ച് ചെയ്യാൻ എടുക്കാം. പേസ്റ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. നമ്മൾ ഫസ്റ്റ് ലെയറിൽ 10 ഇഞ്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 10 ഇഞ്ച് നമുക്ക് ഇതിനകത്ത് പ്ലീറ്റ് ഇട്ട് എടുക്കണം. അതിനായിട്ട് സെന്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത്രയും പ്ലീറ്റ് ഇട്ടെടുക്കാം. കണ്ടോ, അതുപോലെ ഇതിന്റെ നമ്മൾ തൊട്ടടുത്ത് വേറെ പീസ് കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിന്റെയും സെന്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ബാക്ക് പാർട്ടില് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകൾ ഇട്ടെടുക്കാം. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകൾ എങ്ങനെ ഇട്ടെടുക്കാന്ന് വെച്ചാല് ആദ്യം ഒരു ലോങ് സ്റ്റിച്ച് നമുക്കിങ്ങനെ ചെയ്തിട്ട് അതിലൊരു നൂലിനെ ഇങ്ങനെ പിടിച്ച് വലിച്ച് നമുക്ക് ഇത് കണക്കാക്കി പ്ലീറ്റ് ഇട്ടെടുക്കാം. അപ്പൊ ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതിലൊരു പ്ലെയിൻ സ്റ്റിച്ച് ഇടാം. കണ്ടോ, ഇതുപോലെ ഒരു പ്ലെയിൻ സ്റ്റിച്ച് ഇടാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഒരു എൻഡിൽ നിന്ന് ഈ നൂലിനെ ഇങ്ങനെ പിരിച്ചിട്ട് കണ്ടോ, ഇതിന്റെ ഒരു നൂലിനെ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ പ്ലീറ്റ് ഇട്ടെടുക്കാം. ചുരുക്കി പ്ലീറ്റ് ഇട്ടെടുക്കാം. അതുപോലെ ഈ വശത്തുനിന്ന് നമുക്ക് അങ്ങനെ ഒരു നൂലിനെ പിടിച്ച് വലിച്ചിട്ട് പ്ലീറ്റ് ഇട്ടെടുക്കാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പ്ലീറ്റിനെ നമ്മുടെ യോക്ക് പാർട്ടിന്റെ ഭാഗവുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാം. ഈ എൻഡും കറക്റ്റ് ആയിരിക്കണം. അതിനകത്ത് പ്ലീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മള് ലെയേഴ്സ് ഇതുപോലെ പ്ലീറ്റുകൾ ഇട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഞാൻ 3 ലെയറാണ് വെക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് 2 ലെയർ മതിയെന്ന് തോന്നി. അതായത് 3ാമത്തെ ലെയർ ഞാൻ വെക്കുന്നില്ല. അപ്പൊ 2 ലെയറാണ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ലൈനിങ് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് താഴെ
ഇങ്ങനായിട്ട് നമുക്ക് ലൈനിങ്ങും കൂടെ ഇവിടെ അറ്റാച്ച് ചെയ്തെടുക്കാം. ഈ ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് ഒന്നുകിൽ ഇതിനകത്ത് പ്ലീറ്റ് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് നിർത്താം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ പ്ലീറ്റ് ഇട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അത് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഭാഗത്തൊരു കെട്ട് വെച്ച് കൊടുക്കാം. കെട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡുകൾ തമ്മിൽ യോജിപ്പിച്ചെടുത്തതിന് ശേഷം താഴ്ഭാഗം മടക്കിയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് റെഡിയായി. അപ്പൊ ഞാൻ ഇത്രയും കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഈ ബാക്ക് പാർട്ടിൽ ഇതുപോലൊരു നാട, അതായത് ബാക്കിൽ നമ്മൾ കെട്ട് വെക്കത്തില്ല, അങ്ങനെ ഒരു കെട്ട് വെക്കാനായിട്ട് നമ്മൾ ഇതുപോലെ കെട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് ഇതിന്റെ സെയിം തുണി തന്നെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു നാടയാക്കി എടുത്ത് രണ്ട് സൈഡിലും ഈ നമ്മുടെ ജോയിന്റ് വരില്ലേ ഈ ഭാഗത്തായിട്ടാണ് നാടയുടെ ഈ ടൈയുടെ ഭാഗം ഘടിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സീം അലവൻസ് 1.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ 1.5 ഇഞ്ച് കണക്കാക്കി ഇവിടം വരെ നമ്മൾ രണ്ട് വശത്തും ഇവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം ഈ മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് യോജിപ്പിച്ചെടുക്കും. അതുപോലെ ലൈനിങ് ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് യോജിപ്പിച്ചെടുക്കും. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം ലൈനിങ് ഭാഗം ഇവിടെ കരഭാഗം ആയതുകൊണ്ട് ഇവിടെ മടക്കി തെക്കേണ്ട ആവശ്യമില്ല. താഴ്ഭാഗം നമ്മൾ മടക്കിയത് ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ ഇത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രോക്ക് ഫിനിഷ് ആവും. അപ്പൊ ഞാൻ അത്രയും കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ബോഡി ഷേപ്പും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോഡി ഷേപ്പിന് സീം അലവൻസിലായിട്ട് 1.5 ഇഞ്ചാണ് നമ്മൾ രണ്ട് സൈഡിലും കൊടുത്തിരുന്നത്. ആ 1.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ അകത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലെയർ ഫില്ല് ഫ്രോക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ ഭാഗത്ത് ഈ ഷോൾഡറിന്റെ ഭാഗത്ത് ഇതുപോലൊരു ഫ്ലവറിനൊരു ബട്ടർഫ്ലൈ പോലെ ഒരെണ്ണം ഞാൻ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രോക്ക്. നമ്മുടെ ഫ്രോക്കിന്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.